ഗൾഫ് മേഖലയിൽ സംഘർഷം തുടരുന്നതിന് പിന്നാലെ ദുബായിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധന. ദീർഘനാളായി തുടരുന്ന യുദ്ധസാഹചര്യം വിമാന കമ്പനികൾക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള വിമാനങ്ങളിൽ യാത്രക്കാർ തീരെയില്ല. ഗൾഫ് മേഖലയിലെ യുദ്ധത്തെ തുടർന്ന് ദുബായിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ ഇടിവാണ് ഉണ്ടാകുന്നത്. യാത്രക്കാർ വരാൻ മടിക്കുന്നതിനാൽ ലോകത്തെ ഏറ്റവും വലിയ രാജ്യാന്തര വിമാന കമ്പനിയായ എമിറേറ്റ്സ് ഇപ്പോൾ ദുബായിലേക്ക് പറക്കുന്നത് മിക്കവാറും കാലിയായ വിമാനങ്ങളുമായാണ്. ദീർഘനാളായി തുടരുന്ന യുദ്ധ സാഹചര്യം വിമാന കമ്പനികൾക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള വിമാനങ്ങളിലാണ് യാത്രക്കാർ തീരെയില്ലാത്തത്. പ്രാഗ്, ബുഡാപെസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന വിമാനങ്ങളിൽ 5 മുതൽ 10% വരെ ആളുകൾ മാത്രമാണുള്ളത്. ന്യൂയോർക്കിൽ നിന്നുള്ള വിമാനങ്ങളിൽ ടിക്കറ്റ് വിറ്റുപോയതിന്റെ 5 ആളുകൾ മാത്രമാണ് യാത്ര ചെയ്തത്. പാരീസിൽ നിന്നുള്ള 600 പേർക്ക് യാത്ര ചെയ്യാവുന്ന കൂറ്റൻ എയർബസ് A380 വിമാനത്തിൽ ദുബായിലെത്തിയത് വെറും 25 പേരാണ്. അതായത് വിമാനത്തിലെ ജീവനക്കാരുടെ അത്രയും എണ്ണം യാത്രക്കാർ മാത്രം. ലണ്ടനിലെ ഹീത്രോയിൽ നിന്നുള്ള വിമാനങ്ങളിൽ 20% ടിക്കറ്റുകൾ മാത്രമാണ് വിറ്റുപോയത്. ദുബായിലേക്ക് വരാൻ ആളില്ലെങ്കിലും ദുബായിൽ നിന്ന് പുറപ്പെടുന്ന വിമാനങ്ങളിൽ നല്ല തിരക്കാണ്. ലഭ്യമായ വിമാനങ്ങളിൽ കയറി എത്രയും വേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനാണ് ആളുകൾ ശ്രമിക്കുന്നത്. ഇങ്ങനെ യാത്രക്കാരെ കൊണ്ടുപോയി തിരികെ വരുമ്പോഴാണ് എമിറേറ്റ്സിന് കാലിയായ വിമാനങ്ങളുമായി പറക്കേണ്ടി വരുന്നത്. കൂടാതെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാതിരിക്കുന്നവരുടെ എണ്ണവും പ്രതിദിനം ആയിരക്കണക്കിനാണ്. യാത്രക്കാർക്ക് ടിക്കറ്റ് തുക തിരികെ നൽകാനും യാത്രാ തീയതി മാറ്റാനുമുള്ള സൗകര്യങ്ങൾ കമ്പനി ഈ മാസം അവസാനം വരെ നൽകുന്നുണ്ട്. ഇറാന്റെ മിസൈൽ ഭീഷണിയും വിമാനത്താവളത്തിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണങ്ങളുമാണ് വ്യോമയാന മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ദുബായ് വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിന് തീപിടിച്ചിരുന്നു. ഇതേ തുടർന്ന് 7 മണിക്കൂറോളമാണ് വിമാന സർവീസുകൾ നിർത്തിവെക്കേണ്ടി വന്നത്. സാധാരണഗതിയിൽ പ്രതിദിനം 500ഓളം സർവീസുകൾ നടത്തിയിരുന്ന ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് മാർച്ച് 16 കണക്കനുസരിച്ച് വെറും 71 വിമാനങ്ങൾ മാത്രമാണ് പറന്നുയർന്നത്. യാത്രക്കാർ കുറവാണെങ്കിലും ചരക്ക് നീക്കം നടക്കുന്നത് എമിറേറ്റ്സിന് ചെറിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുന്നതിനാൽ അവശ്യ സാധനങ്ങൾ എത്തിക്കാനുള്ള പ്രധാന മാർഗം ഇപ്പോൾ വിമാനങ്ങളാണ്. കൂടുതൽ ചരക്കുകൾ കൊണ്ടുപോകാൻ സാധിക്കുന്ന ബോയിംഗ് 777 വിമാനങ്ങളാണ് എമിറേറ്റ്സ് ഇപ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.